പലപ്പോഴും കുറേ സൂയിസൈഡ് അറ്റംപ്റ്റിൻ്റെ കേസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മരണവാർത്ത, കൊച്ചുകുട്ടികളിലുള്ള ആ ഒരു സൂയിസൈഡൽ ടെൻഡൻസിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതെങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷന് വല്ല സഹനശക്തി ഉണ്ടായിട്ട് വേണ്ടേ? ചെറിയ കാര്യങ്ങളിൽ വേഗം തളർന്നു പോകുന്നവരാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അതെല്ലാം അതിജീവിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേയേറെ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തായിരിക്കും അവരുടെ സക്സസ് മന്ത്ര എന്നുള്ളത് അല്ലേ? അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് കുഞ്ഞിലെ മുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് കൊണ്ടുവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ കുട്ടികളെ വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഏത് കാര്യവും ഫേസ് ചെയ്യാനായിട്ട് ധൈര്യം കൊടുക്കാം, അല്ലെങ്കിൽ അവരെ അതിനെ പ്രാപ്തരാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ലക്ഷ്മി ആൻഡ് അഖിൽ വ്ലോഗ്സ്. ഞാൻ ഡോക്ടർ ലക്ഷ്മി. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വളരെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അവർക്ക് ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ എപ്പോഴും നമ്മളെ അനുകരിക്കാനായിട്ടായിരിക്കും നോക്കുക. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ, ഇതെനിക്കിഷ്ടമില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ബോറടിക്കും, അല്ലെങ്കിൽ എനിക്കിത് മടിയാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അല്ലേ? ഇത് ചെയ്യാൻ എന്തൊരു ബോറടിയാണ്, പാത്രം കഴുകണം എന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ എനിക്കൊരു മടിയുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് മാക്സിമം പറയാണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു മടി അല്ലെങ്കിൽ ഒരു അലസത എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു മടി അലസത എന്നൊക്കെ പറഞ്ഞ് ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുള്ളത് അവരുടെ മനസ്സിൽ പതിയേയും അവർ പിന്നീട് ലൈഫിൽ പിന്നെ പോകുന്ന സമയത്ത് എന്നാൽ പിന്നെ ഈ ഒരു മടിയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ എനിക്കിത് ശരിയാവില്ല എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ മാറ്റി വയ്ക്കാം എന്നൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഫെയിലിയേഴ്സ് നേരിടാനുള്ള സാധ്യതയും അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ നന്നായാലാണ് നമ്മുടെ കുട്ടികളെ നന്നാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സമയത്തെങ്കിലും എനിക്കിത് ചെയ്യാൻ മടിയാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ മാറ്റി വെക്കാണ്ടിരിക്കുക. ഇനി നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ തന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ റീസൺ കൊണ്ടാണ് നിങ്ങൾ മാറ്റി വെക്കുന്നത് എന്നുള്ളത് പറയാണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ അമ്മമാർ പല ടൈപ്പിലുണ്ട് അല്ലേ? ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ കരിയില പോലും പറക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയില്ലേ, അതേപോലെയുള്ള അവസ്ഥയാണ് കാണാറുള്ളത്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളുടെ നിത്യേനം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് വീട്ടിലെ അലക്കലായിക്കോട്ടെ, തുടയ്ക്കലായിക്കോട്ടെ, അടിച്ചുവാരലായിക്കോട്ടെ, അവരെ കൊണ്ട് ഫുൾ ജോലി ചെയ്യിപ്പിക്കാമെന്നല്ല, എന്നാലും ഒരു ചെറിയ പാർട്ട് അവർക്ക് ചെയ്യാൻ കൊടുക്കാം. എന്തെങ്കിലും നിങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ഒന്ന്, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു പ്രവണത അവരിലുണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് കുറച്ചൊക്കെ ക്ഷമ, പേഷ്യൻസ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. എന്ന് വെച്ചാൽ വലിയ കഠിനമായിട്ടുള്ള ജോലികളല്ല, ചെറുതായിട്ട് നിങ്ങൾ അടിച്ചു വരുന്ന സമയത്ത് കുറച്ച് ഭാഗം അവൾ അടിച്ചു വരാൻ പറയാം. പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല അവർ ചെയ്യുന്നത്, പക്ഷെ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള പ്രവണത ഉണ്ടാക്കും. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു ജോലി ഏൽപ്പിച്ചാൽ തന്നെ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കാറില്ല അല്ലേ? നീ എന്താ അങ്ങനെ ചെയ്യണേ, ഇങ്ങനെയല്ല, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ കമാൻഡിങ്, ഹെൽപ്പിംഗ് ആയിട്ടിരിക്കും. അപ്പം അതിൻ്റെ ആവശ്യമില്ലാണ്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യട്ടെ. അവരെന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലാത്തത് അവർ എക്സ്പീരിയൻസിലൂടെ തന്നെ മനസ്സിലാക്കട്ടെ എന്നുള്ളത് നമ്മൾ വിചാരിക്കുക. എന്നാൽ മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ട് വളരാൻ പറ്റുള്ളൂ, സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് മാറിപ്പോകും കുട്ടികൾ. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ ചെയ്യുമ്പോൾ എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും അല്ലേ? അവർ കറക്റ്റായിട്ട് എന്തായാലും ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ചെയ്യില്ല. അപ്പോൾ അവരെ തളർത്തുന്നതിന് പകരം നമ്മൾ നന്നായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എൻകറേജ് ചെയ്ത് കൊടുക്കുക. വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട്
അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ആ ഒരു ചെയ്യുന്ന മിസ്റ്റേക്കിൽ അവരെ നമ്മൾ തളർത്തുവാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലും ഇതേപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുമ്പോൾ അവർക്കത് ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ഒരു ചാലഞ്ച് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് അവർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരണം. നിനക്കിത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നാൽ നീ ചെയ്യണ്ടെന്ന് പറയണതിന് പകരം മോനെ ഇത് ഇങ്ങനെ ചെയ്യൂ കേട്ടോ എന്നുള്ള രീതിയിൽ അവർ ആവശ്യപ്പെടുമ്പോൾ മാത്രം കേട്ടോ, എപ്പോഴും ഇങ്ങനെ കമാൻഡ് ചെയ്യരുതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അവർക്ക് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ചെയ്യാനും പറ്റും. അവർക്ക് ആ ഒരു എന്താ പറയുക മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ലൈഫിനെ ഫേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാതെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ആ ചെയ്യുന്നതിലുള്ള ലോജിക്ക് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ലോജിക്കൽ തിങ്കിങ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം വരുമ്പോൾ അവിടെ നിന്ന് പേടിച്ചോടുകയല്ല വേണ്ടത്, അതിനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുട്ടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഫെയിലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്നാണെങ്കിൽ കൂടി ഒളിച്ചോടാനായിട്ട് ശ്രമിക്കില്ല. ഒരു ധൈര്യമായിട്ട് നല്ല ചങ്കറുപ്പോടുകൂടി ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചെറിയ വർക്ക് അവർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർ മടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്ത് ഇപ്പം തന്നെ ചെയ്യുന്നൊന്നും പറയരുത് കേട്ടോ. അപ്പം അതിന് പകരം അവർക്ക് കുറച്ച് നേരം ബ്രേക്ക് കൊടുക്കാം. ബ്രേക്ക് കൊടുത്തതിന് ശേഷം അവരോട് വന്നിട്ട് ഇത് ഇത്തിരിയല്ലേ ഉള്ളൂ, ഇതും കൂടി ഒന്ന് ചെയ്യുമോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മടുപ്പും തോന്നില്ല. അമ്മ എന്തിനാ ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതെന്നും തോന്നില്ല. എന്നാൽ അവർ കുറച്ച് നേരം കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും വളരെ നന്നായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അവർക്ക് അതിനകത്തൊരു മടുപ്പ് തോന്നില്ല. നമ്മൾ കമ്പൽ ചെയ്തൊരു കാര്യം ചെയ്യിക്കുകയാണെന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ എപ്പോഴും നമ്മൾ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും ഇത് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവരെ പിന്തിരിപ്പിക്കാണ്ട് വളരെയധികം സെൽഫ് കോൺഫിഡൻസ് കൊടുത്ത് അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വേണം നമ്മൾ അവരുടെ അടുത്ത് പെരുമാറാനായിട്ട്. പിന്നെ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ചെറിയ കുട്ടി ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യിക്കുക. ഇത്ര നേരം കൊണ്ട് ഇത് ചെയ്ത് തീർക്കുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗോൾ സെറ്റിംഗ് കുഞ്ഞിലെ മുതലേ ട്രെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ആ ഗോള് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാനായിട്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. അപ്പോൾ ഭാവിയിലും അവർക്ക് കുറച്ചും കൂടി വളർന്നു കഴിയുമ്പോഴും എന്താണ് അവരുടെ എയിം, എങ്ങനെ അത് അച്ചീവ് ചെയ്യാം, എത്ര ടൈമിനുള്ളിൽ അച്ചീവ് ചെയ്യാമെന്നൊക്കെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഇനി ഇങ്ങനെയുള്ള ഗോൾസ് അവർ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം നന്നായിട്ട് അവർക്കൊരു പ്രൈസ് ചെയ്യണം. അതായത് അവരെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. നീ വളരെ നന്നായിട്ട് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ പറയുന്നത് അത്യാവശ്യമാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം നമ്മൾ ഡിറ്റർമിനേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ വേണമെന്ന് വെച്ച് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെ ഉണ്ടാകും എന്നുള്ളത് അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് കുറച്ച് സെൽഫ് കോൺഫിഡൻസും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഏത് ലൈഫ് സിറ്റുവേഷനിലും പതറിപ്പോവാതെ അത് സധൈര്യം ഫേസ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കുഞ്ഞിലേ മുതൽ, അതായത് ഒരു 2-3 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ നമുക്ക് എന്തെല്ലാം ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ.